ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി ഡാറ്റയ്ക്ക് പുറമെ 1 GB എക്സ്ട്രാ റീചാർജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 11 രൂപ ലാഭിക്കാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്സാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണ്, വീഡിയോ ലൈക്ക് ചെയ്ത് പിന്നെ ഇതുപോലുള്ള വീഡിയോക്ക് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയുടെ തമ്പനയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഓരോ 1 GB ഡാറ്റ റീചാർജ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇനി 11 RS ലാഭിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിനൊരു 1 GB, അതായത് ഈ എയർടെലിൻ്റെ ഈ ഡാറ്റ ലോൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഡാറ്റ ലോൺ എന്നുള്ള ഓപ്ഷൻ വെച്ചാലുള്ളൊരു ട്രിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എയർടെലിൻ്റെ ആപ്പിൽ കയറിയാണ് ഡാറ്റ ലോൺ എടുക്കാം, അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ കോൺടാക്റ്റിൽ പോയ ഡയൽ പേഡിൽ *503*3# എന്ന് അടിച്ചാൽ 1 GB ഡാറ്റ ലോൺ എടുക്കാൻ കഴിയും. നിങ്ങൾ ഇതിനു മുമ്പ് ഡാറ്റ ലോണും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡെയിലി ഡാറ്റ ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഓവറായി. ഇനി ഞാൻ പറയാൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പം നിങ്ങൾ ഡെയിലി ഡാറ്റ ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഓവറായി, അപ്പോൾ ഓവറായി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ ലോൺ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എയർടെലിൻ്റെ ആപ്പിൽ പോകുകയാണെങ്കിൽ. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഡയൽ പേഡിൽ *503*3# എന്ന് അടിക്കുകയാണെങ്കിൽ 1 GB ഡാറ്റ ലോൺ എടുക്കാം നിങ്ങൾ ഇതിനു മുമ്പ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുമല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ഇനി എയർടെലിൻ്റെ ആപ്പ് വഴിയാണെങ്കിൽ നിങ്ങൾക്ക് 1 GB 22 RS കൊടുത്ത് 1 GB ഡാറ്റ റീചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ ട്രിക്കാണ് 1 GB ഡാറ്റ ലോൺ എടുക്കാനുള്ള ഒരു ട്രിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം 1 GB ഡാറ്റ ലോൺ എടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഡാറ്റ കാര്യങ്ങൾ കഴിഞ്ഞ് അപ്പോൾ 1 GB ഡാറ്റ ലോൺ എടുക്കുക. അപ്പോൾ ആ ഒരു 1 GB ഡാറ്റ പറഞ്ഞാൽ ഒരു ദിവസം മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അന്നേ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യണം വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു ലോൺ എടുത്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ദിവസം കഴിഞ്ഞു പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ വേറെ ദിവസം ഇപ്പോൾ നിങ്ങൾക്ക് ഇനി 1 GB ഡാറ്റ എടുക്കണം, 1 GB ഡാറ്റ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇനി 1 GB ഡാറ്റ ലോൺ എടുക്കാൻ കഴിയില്ല. അതായത് നിങ്ങൾ ഇതിനു മുമ്പ് ലോൺ കാര്യങ്ങൾ എടുത്തോന്ന് തന്നെ 1 GB ഡാറ്റ ഇനി ലോൺ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇനി ആകട്ടെ നിങ്ങൾ ഇനി 1 GB ഡാറ്റ 22 RS കൊടുത്ത് റീചാർജ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഡെഡിക്കേറ്റ് ആവും. അതായത് നിങ്ങൾ ഇതിനു മുമ്പ് 1 GB ഡാറ്റ ലോൺ എടുത്തുകൊണ്ട് ആ ഈ 1 GB നിങ്ങൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് 1 GB ഡെഡിക്കേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇനി ട്രിക്ക് വർക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വരിക, നിങ്ങളിനി ഗൂഗിൾ പേയിലാണെങ്കിൽ ഗൂഗിൾ പേ ഏത് റീചാർജ് ചെയ്യാൻ ഏത് മെത്തേഡും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ നിന്നൊരു ബൈ ഡാറ്റ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ഡാറ്റ പാക്കിൻ്റെ അടുത്ത് പോവുക. ഓക്കെ, എക്സ്ട്രാ ഡാറ്റ റീചാർജ് ചെയ്യുന്നത് അതെടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു 33 ഒരു പാക്ക് ഡാറ്റ പാക്ക് ഈ ഒരു 2 GB ആ ഒരു ദിവസം മാത്രമേ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ ഒരു പാക്ക് നിങ്ങൾ റീചാർജ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പാക്ക് നിങ്ങൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതായത് 2 GB ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് 2 GB ആവശ്യമില്ല, എന്നാൽ 1 GB ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഈ 33 RS കൊടുത്താണ്ട് ഈ 2 GB ഡാറ്റ പാക്ക് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള അതായത് 1 GB നിങ്ങൾ ഡാറ്റ ലോൺ എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഈ 2 GB ഡാറ്റ അതായത് നിങ്ങൾ മുമ്പ് 1 GB ലോൺ എടുത്ത് ഓക്കെ ആ ഈ 2 GB ഡാറ്റ പാക്കിൽ നിന്ന് 1 GB ഡെഡിക്കേറ്റ് ആവും. നിങ്ങൾ ഈ ലോൺ എടുത്തതുകൊണ്ട് ആ 1 GB ആ ലോൺ എടുത്തതിലേക്ക് പോകും. പിന്നെ 1 GB നിങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ടാവും. ഓക്കെ, 1 GB നിങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ടാവും. ഈ ലോൺ കാര്യമൊന്നും എടുക്കുകയും വേണ്ട. ഓക്കെ, ഇപ്പോൾ യൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ 2 GBക്ക് 33 വരുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ 22 RS കൊടുത്ത് 1 GB കിട്ടും ഒരു ദിവസം കൊണ്ട്, ഒരു ദിവസത്തിന്. പക്ഷേ നിങ്ങളിത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് ഡാറ്റ ലോൺ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അത് ഡെഡിക്കേറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് 1 GB ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി 22 RS കൊടുത്ത് റീച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 44 രൂപ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഈ 44 രൂപ കൊടുക്കുന്ന ടൈമിൽ അപ്പോൾ ഈ 1 GB നിങ്ങൾ മുമ്പ് എടുത്തുകൊണ്ടാണ് ഈ ഡെഡിക്കേറ്റ് വന്നത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ 22 രൂപ കൊടുത്ത് ഒന്നുകൂടി റീചാർജ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡാറ്റ ലോണിൻ്റെ ഇതിൽ പോയാണ്ട് ഡാറ്റ ലോൺ എടുക്കുക. അപ്പോൾ നിങ്ങൾ അതൊന്നും ചെയ്യാതെ തന്നെ ഈ 22 റീചാർജ് ചെയ്യരുത്. മുമ്പ് നിങ്ങൾ 1 GB ലോൺ എടുത്തതുകൊണ്ട് നിങ്ങൾ ചെയ്യുക ഈ 33 ഈ ഡാറ്റ പാക്ക് റീചാർജ് ചെയ്യുക. അപ്പോൾ 1 GB ഡാറ്റ ലോൺ എടുത്തുകൊണ്ട് 1 GB ഡെഡിക്കേറ്റ് ആവുകയും ചെയ്യും, 1 GB നിങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 1 GB നിങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ പിന്നെ ഒരു ഓക്കെ പിന്നെ നിങ്ങൾ വേറെ ദിവസം നിങ്ങൾ ഡെയിലി ഡാറ്റ ഇതേപോലെ കഴിഞ്ഞ് ഓക്കെ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, ഡെയിലി ഡാറ്റ വേറെ ദിവസം ഇതേപോലെ കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് 1 GB വേണം. അപ്പോൾ ഈ 1 GB വേണ്ട സമയത്ത് നിങ്ങൾ എയർടെലിൻ്റെ ആപ്പ് അതോ ഡയൽ പേഡ് എടുത്താൽ *563*3# എന്ന് അടിക്കുക. അടിച്ചാൽ ഡാറ്റ ലോൺ എടുക്കുക. ഓക്കെ, ഒന്നെങ്കിൽ എയർടെലിൻ്റെ ആപ്പ് പോലെ ഡയൽ പേഡിൽ അത് ഞാൻ പറഞ്ഞ പോലെ ഡയൽ ചെയ്താണ്ട്
1 GB ഡാറ്റ ലോൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ 1 GB ഡാറ്റ ലോൺ കാര്യങ്ങൾ എടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കണേ. അപ്പം ഇനി നിങ്ങൾ നെക്സ്റ്റ് ടൈം റീചാർജ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു 1 GB ഡാറ്റ ലോൺ എടുത്തുകൊണ്ട് ഇനി അടുത്ത തവണ നിങ്ങൾ 33 റീചാർജ് ചെയ്യുക. അതായത് നിങ്ങൾ ഇനി ഓരോ തവണ നിങ്ങൾ ഡാറ്റ ലോൺ എടുത്താണ് പലരും പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ 22 hours കൊടുത്ത് റീചാർജ് ചെയ്യും. ആ 22 hours കൊടുത്തുള്ള റീചാർജ് ചെയ്യുന്നതുകൊണ്ട് ആ 22 hoursൻ്റെ ഡെഡിക്കേറ്റ് ആവും. അപ്പോൾ വീണ്ടും നിങ്ങൾ 22 hours കൊടുത്ത് റീചാർജ്. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് 44 രൂപയാണ് നിങ്ങൾക്ക് നഷ്ടം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് വഴി റീചാർജ് 2 GB റീചാർജ് ചെയ്യുമ്പോൾ 33 ആവുള്ളൂ. അപ്പോൾ 33 44 - 33 ഒക്കെ നിങ്ങൾക്ക് 11 രൂപ നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞ ട്രിക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാര്യങ്ങൾ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.